D4 ഡെലീഷ്യസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുമ്പളങ്ങ കൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയാണ്. എന്നും ഈ രസവും സാമ്പാറും ഒക്കെ കൂട്ടി നിങ്ങൾ മടുത്തോ എങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കുമ്പളങ്ങയുടെ പുറത്തെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ക്യൂബ്സ് ആയിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 150 ഗ്രാമോളം വരും. അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്പം അളവ് വ്യത്യാസം വന്നെന്ന് വെച്ച് കുഴപ്പമില്ല. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അവരവരുടെ എരിവിനനുസരിച്ച് ഈ പച്ചമുളക് എടുത്താൽ മതി. എരിവ് കുറവ് മതിയെങ്കിൽ 2 പച്ചമുളക് എടുത്താൽ മതിയാവും. ഇനി വേണ്ടത് തേങ്ങയാണ്. ഞാനപ്പം 3/4 കപ്പ് തിരുമിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് തൈര് ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ബീറ്റർ വെച്ചോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചോ നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി. ഇൻ കേസ് നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് പൾസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് അങ്ങ് പതച്ചു പോകാതെ ശ്രദ്ധിക്കണം. ജസ്റ്റ് 1-2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. ഇതുപോലെ കുഴിയുള്ളൊരു പാത്രം സ്റ്റൗവിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. റെഡിയാക്കി വെച്ചിരുന്ന പച്ചമുളക് കൂടി ചേർക്കാം. ഇനി ഈ കഷ്ണങ്ങൾ നെകക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്ത ശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുമ്പളങ്ങയുടെ കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം. എടുത്തു വെച്ചിരുന്ന തേങ്ങ ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വലിയ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എരിവിനാവശ്യമായ മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ റെഡ് ചില്ലി പൗഡർ 1/2 ടീസ്പൂണാണ് ചേർത്തത്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഞാനിവിടെ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് സ്മൂത്തായിട്ട് അരച്ചത് മാറ്റി വെക്കാം. കുമ്പളങ്ങയുടെ വെള്ളമൊക്കെ തിളച്ചിവിടെ ആവി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് നോക്കാം. ഏകദേശം 3/4 ഭാഗത്തോളം ഇതിവിടെ വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ അല്പം വറ്റി വന്നിട്ടുണ്ട്. വീണ്ടും അടച്ചു വെച്ച് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ല, ഈ ഒരു പരുവത്തിലാണ് വെന്ത് കിട്ടിയത്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് അരയ്ക്കാനായിട്ട് ഞാൻ മൊത്തം 3/4 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തത്. മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇടയ്ക്കിടെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അരപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം റെഡിയാക്കി വെച്ചിരുന്ന തൈര് ഉടച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈരിൻ്റെ ബൗളിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൺസിസ്റ്റൻസി ഒന്ന് നോക്കണം. അല്പം കുറുകിയ രീതിയിൽ ഇരിക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കാം. ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. തിളച്ച് പോകാൻ പാടില്ല. നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ഒരു 2 മിനിറ്റ് നേരത്തോളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി ചൂടാക്കി എടുക്കണം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ വറുത്ത് ചേർത്തു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈസി കുമ്പളങ്ങ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരു പുതിയ റെസിപ്പിയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.